പ്രയാസം എത്ര പേരാ മരിച്ചു വീണത് ക്യൂവിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടായോ? RSSന് പണം വർദ്ധിച്ചു എന്നതല്ലാതെ 50 കൊല്ലം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ വിലക്ക് വാങ്ങാനുള്ള പണം സംഘപരിവാർ സ്വരൂപിച്ചു എന്നതിനപ്പുറത്ത് ഇപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്ക്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പറയുകയാണ് നമ്മുടെ സൈന്യത്തിൽ 1.5 ലക്ഷം സൈനികരുടെ കുറവുണ്ട് എന്ന്. ആരാ മറുപടി പറയേണ്ടത്? 1.5 ലക്ഷം സൈനികരുടെ എണ്ണക്കുറവുണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ എന്ന് പറയുമ്പോൾ അതിർത്തി കാശ്മീർ ഉൾപ്പെടെയുള്ള ഒരു ഭാഗത്ത് ചൈന കയ്യേറുകയാണ്. തീരെ ഒരു അതിർത്തി മുഴുവനും ബംഗ്ലാദേശെതിരെ വരികയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നിരന്തരമായി നിത്യശത്രുവായി നിലകൊള്ളുകയാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ പോലും ഇപ്പോൾ നിരപരാധികൾ വധിക്കപ്പെട്ട പ്രദേശത്ത് പോലും മുമ്പ് സൈനിക സാന്നിധ്യമുണ്ടായിരുന്നു, സൈനിക നിയന്ത്രണത്തിലായിരുന്നു. ആ സൈനികരെ പോലും പിൻവലിച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തിക്ക് പോലും സുരക്ഷിതത്വമൊരുക്കാൻ ആവശ്യമായ സൈന്യങ്ങൾ റിക്രൂട്ട് ചെയ്യാതെ 1.5 ലക്ഷം സൈനികരുടെ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നുവെന്ന് പറയുമ്പോൾ ആരുടെ പക്ഷത്താണ് ഈ സംഘപരിവാർ നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവര് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ജനോപകാരപ്രദമായ, ജനങ്ങൾക്ക് ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്ന, പുരോഗതി നൽകുന്ന, സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന, പാരസ്പര്യത്തെ ശക്തിപ്പെടുത്തുന്ന, ആഭ്യന്തര ഉൽപാദനത്തെ ശക്തിപ്പെടുത്തുന്ന, അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുന്ന, ഏതെങ്കിലും ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു ബില്ലും ഒരു നിയമനിർമ്മാണവും RSS ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ബില്ലുകളാണ് മുത്തലാഖ് ബില്ല്. ആർക്കെങ്കിലും വല്ല ഗുണം കിട്ടിയോ? പിന്നെന്താണ് മതം മാറ്റ നിരോധന നിയമം? നമ്മൾ ആലോചിച്ച് നോക്കി, ആർക്കാ ഗുണം കിട്ടിയ? കുറച്ച് ക്രിസ്ത്യൻ പാതിരിമാരെ പിടിച്ചകത്തിട്ടു. വേറെന്തെങ്കിലും ഗുണമുണ്ടായോ? രാജ്യത്തെ വിവാദമാക്കി ബില്ലുകൊണ്ട് ഇനി വേഗ സിവിൽ കോഡ് കൊണ്ടുവരുമെന്നാ പറയുന്നത്. ബ്രാഹ്മണ്യ സംസ്കൃതിക്ക് അപ്പുറത്തൊന്നും ഇവിടെ വേണ്ട എന്ന നിലപാടിന്റെ ഭാഗമാണ്. അതുപോലെ വഖഫ് ബില്ലും ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ടവരോട്, വഖഫ് ബില്ലിലുള്ള അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുസ്ലിങ്ങൾക്ക് 1 സെന്റ് ഭൂമി പോലും ഇന്ത്യയിൽ അവകാശമുണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന, അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച് ഇവിടെ സംഘശക്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന, ആയുധപ്പുരകളാക്കി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന, അധികാരത്തിന് ഉപയോഗപ്പെടുത്തി അത്തരം പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന RSS കൊണ്ടുവന്ന നിയമം എന്നത് തന്നെയാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ അപകടം. ഏറ്റവും വലിയ അപകടം അതാണ്. ഇത് RSS കൊണ്ടുവന്ന ഒരു ബില്ലാണ് എന്നതാണ്.